ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു IMA മാട്രിക്സ്. IMA മാട്രിക്സിൽ നമ്മൾ ഇന്നൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. കഴിഞ്ഞ 2 വീക്കുകളിലായിട്ട് ഇംഗ്ലീഷിന്റെ 2 ക്ലാസ്സുകൾ ആഡ് ചെയ്തിരുന്നു. 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കിയാൽ മതി. 3 ക്ലാസ്സുകൾ മുമ്പ് ചെയ്തതും ഉണ്ടാവും. എൻ്റെ പേര് ഇസ്മായിൽ കാരടി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് IMA മാട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേർ there is a will dash people help one can there a way there is a way. അപ്പോൾ ഇത് പണ്ട് ഉണ്ടായിരുന്ന ഒരു പഴഞ്ചൊല്ല് രൂപത്തിൽ പറയുന്ന സംഭവമാണ്. വേർ there is a will there is a way എന്നാണ് ഇതിന്റെ ഉത്തരം. റൈറ്റ് ആൻസർ. നമ്മുടെ മലയാളത്തിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറയുന്ന ആ പഴഞ്ചൊല്ലിന് ഏകദേശം ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണിത്. വേർ there is a will there is a way. ഇതിന്റെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. there is a way ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The thief dash by the back door. ഓപ്ഷൻസ് ഉള്ളത് got up, got at, got away, gets up. ഇതിൽ ഈ ഫ്രേസൽ വേർബ്സിൽ ഏതാണ് അതിന്റെ ഫോം ആയിട്ട്, അതായത് ഒരു മീനിങ് അർത്ഥം നമ്മുടെ സെന്റൻസിന് കിട്ടുന്ന രീതിയിലുള്ള ഏത് ഫ്രേസൽ വേർബ് ആണ് വരുന്നത് എന്നാണ്. അപ്പൊ ഗോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണീക്കുക എന്നാണ്. പിന്നുള്ളത് എന്താണ്? പിന്നെ നമുക്കുള്ളത് ഗോട്ട് അറ്റ് എന്നാണ്. ഗോട്ട് അറ്റ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? വിമർശിക്കുക അല്ലെങ്കിൽ ഒരാളെ ഉദ്ദേശിച്ച് പറയാ എന്നുള്ള രീതിയിലാണ് ഗോട്ട് അറ്റ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഗോട്ട് എവേ എന്നാണ്. ഗോട്ട് എവേ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. The thief got away by the back door. ബാക്ക് ഡോർ വഴി അയാൾ രക്ഷപ്പെട്ടു, കള്ളൻ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇതിൽ സ്യൂട്ട് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് got away ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the words is wrongly spelled? അപ്പൊ താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലാത്ത വേർഡ് ഏതാണ് എന്നാണ്. അപ്പൊ ആദ്യത്തെ മാഗ്നിഫിഷ്യന്റ്, റ്യൂമാറ്റിസം, സി ബ്യൂറോ, ഡി പെർസീവറൻസ്. അപ്പൊ എന്താണ് ഇതിൽ തെറ്റായിട്ട് സ്പെല്ലിംഗ് എഴുതിയിട്ടുള്ളത്? ആദ്യത്തെ തന്നെയാണ്. മാഗ്നിഫിസന്റ് എന്നുള്ളതിൽ എന്തുണ്ടാവില്ല? ആ സി കഴിഞ്ഞിട്ടുള്ള ഐ ഉണ്ടാവില്ല. മാഗ്നിഫിഷ്യന്റ് ഇവിടെയുള്ള ഐ ഉണ്ടാവില്ല. ജസ്റ്റ് FICENT ആയിരിക്കും അതിന്റെ സ്പെല്ലിംഗ്. സോ തെറ്റിയിട്ടുള്ള സ്പെല്ലിംഗ് മാഗ്നിഫിഷ്യന്റ് ആണ്. അപ്പൊ അതിന്റെ മാഗ്നിഫിസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നല്ല വലിയ ഗംഭീരമായ അല്ലെങ്കിൽ മഹത്തായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ ഇതിൽ ബാക്കിയുള്ള 3 സ്പെല്ലിങ്സും പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഇതിൽ മാത്രം ഒരു ഇ ആണ് കൂടിയിട്ടുള്ളത്, ഐ ആണ് കൂടിയിട്ടുള്ളത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദി, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്തത് ഡോഗ് ഈസ് ടു പപ്പി ആസ് ഗോട്ട് ഈസ് ടു. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? പട്ടിയുടെ കുട്ടിക്കാണ് നമ്മൾ പപ്പി എന്ന് പറയാം. അതുപോലെ ഗോട്ട്, ആടിന്റെ കുട്ടിക്ക് എന്താണ് പേര് പറയാ എന്നാണുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ലാംബ്, കിഡ്, കിറ്റൺ, ക്ലബ്. ഇതൊക്കെ ഓരോരോ ഇങ്ങനത്തെ മൃഗങ്ങളുടെ കുട്ടികൾക്ക് പറയുന്ന പേര്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ലാംബ് ആണ്. ലാംബ് ഏതിന്റെ കുട്ടിയാണ്? ഷീപ്പിന്റെ കുട്ടിയാണ്. ചെമ്മരിയാടിന്റെ കുട്ടിക്കാണ് ലാംബ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മുടെ റൈറ്റ് ആൻസർ കിഡ് ആണ്, ഗോട്ട്. ആടിന്റെ കുട്ടിക്ക് പറയുന്നത് കിഡ് എന്നാണ്. കിറ്റൺ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിക്ക് പറയുന്ന പേരാണ്. പൂച്ചയുടെ കുട്ടിക്ക് പറയുന്ന പേരാണ് കിറ്റൺ. അടുത്തത് ക്ലബ് അല്ല, അവിടെ കബ്ബാണ്. കബ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ഇവിടെ എഴുതിയത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ കബ് പറഞ്ഞാൽ നോർമലി എന്താണ് പറയാ? സിംഹം അല്ലെങ്കിൽ കരടി, ലയൺ, ബിയർ. ഇതിന്റെയൊക്കെ കുട്ടികൾക്ക് CUB, കബ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ പഠിച്ചത് ലാംബ്, കിഡ്, കിറ്റൺ, കബ് പഠിച്ചു. അപ്പൊ ഇതിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? ഗോട്ടിന്റെ ആണ്. എന്ത്? കിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് എൻകറേജ്ഡ് ഈസ്. എൻകറേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ്. അപ്പൊ നോർമലി നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? കറേജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ധൈര്യം എന്നാണ്. അപ്പൊ കറേജ് നമ്മൾ ഒരിക്കലും വർബായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമല്ല. ഒരാൾക്ക് ധൈര്യം എന്നുള്ളത് ഒരു വർബല്ല, നമ്മൾ അതൊരു വേറെ രീതിയിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ കറേജ്ഡ് എന്നുള്ള വേർഡ് ഒരിക്കലും വരില്ല. ഓപ്ഷൻ എ തെറ്റാണ്. അതുപോലെ ഇൻകറേജ്ഡും തെറ്റാണ്. ഏതാണ്? ഓഫ് കറേജ്ഡ്. ഇതൊക്കെ തെറ്റാണ്. അത് നമുക്ക് നോർമലി ഇംഗ്ലീഷിലുള്ള ആകെ ഒരു യൂസേജ് വരുന്നത് എന്താണ്? ഡിസ്കറേജ്ഡ്. അപ്പൊ അത് വേറെ തന്നെ വേർഡാണ്.
എന്താണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുക എന്നാണ് ഡിസ്കറേജ്ഡിന്റെ അർത്ഥം. എൻകറേജ്ഡ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. ഇതിന്റെ റൈറ്റ് ആൻസർ ഇതിന്റെ ഓപ്പോസിറ്റ് ഡിസ്കറേജ്ഡ് ഓപ്ഷൻ സി ആയിരിക്കും ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെമ്പ്ര ഹിൽസ് ഈസ് വൺ ഓഫ് ഡാഷ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസിൽ ഒന്നാണ് എന്ത്? ചെമ്പ്ര ഹിൽസ് എന്നാണ് അർത്ഥം വരേണ്ടത്. ഓപ്ഷൻസ് ഉള്ളത് നോക്കാം. മോർ, ദ മോർ, മച്ച്, ദ മോസ്റ്റ്. അപ്പൊ ഏതാണ് ഇതിൽ സ്യൂട്ട് ആയിട്ട് വരിക? അവിടെ മോർ ഇട്ടാൽ മോർ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയില്ല. വൺ ഓഫ് മോർ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് എന്ന് പറയാം. അപ്പൊ എന്താണ് അതിന് ഇവിടെ ദ മാത്രമുള്ള ഓപ്ഷനും ഇല്ല. അപ്പൊ ഇതിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണ്? മോർ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അതിനുശേഷം ഒരു ദാനോ വേറൊരു സംഭവം കൂടെ വേണം. അപ്പൊ ഇവിടെ അങ്ങനെ കമ്പയർ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ എന്താണ്? മച്ച് ബ്യൂട്ടിഫുൾ എന്നുള്ള പ്രയോഗം ഇല്ല. സോ ഇതിൽ റൈറ്റ് ആൻസർ ദ മോസ്റ്റ് ആയിരിക്കും. ചെമ്പ്ര ഹിൽസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസിൽ പെട്ടത് ഒന്നാണ് എന്ത്? ചെമ്പ്ര ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ദ മോസ്റ്റ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഡാഷ് നത്തിങ് അറ്റ് ഓൾ. ഓപ്ഷൻസ് ഈസ് ഡൂയിങ്, ഈസ് നോട്ട് ഡൂയിങ്, ഡിഡിൻ ഡു, ഡൂയിങ്. അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ വന്നു. കാരണം വാക്യത്തിൽ നെഗറ്റീവ് എന്നുണ്ട്, നത്തിങ് എന്നുണ്ട്. രാമു ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം വരേണ്ടത്. അപ്പൊ വീണ്ടും ഒരു നെഗറ്റീവ് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പൊ പോസിറ്റീവ് ആയിട്ട് മാറും സെന്റൻസ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ബിയും സിയും അല്ല, കാരണം അതിൽ രണ്ടിലും നോട്ട് ഉണ്ട്. ഓൾറെഡി നത്തിങ് വന്നതുകൊണ്ട് പിന്നെ നോട്ടും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈസ് ഡൂയിങ് ആണോ ഡൂയിങ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഏതായിരിക്കും ആ സെന്റൻസിന് പൂർണ്ണമായ ഒരു അർത്ഥം തരണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? രാമു ഈസ് ഡൂയിങ് നത്തിങ് അറ്റ് ഓൾ. രാമു ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് എന്നാണ് അർത്ഥം വരിക. സോ ഏതാണ്? ഓപ്ഷൻ എ, ഈസ് ഡൂയിങ് ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് us ഗോ ഫോർ എ വാക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ മാർക്ക് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എന്താണ് ലെറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്താൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ലെറ്റസ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായാലും ഷോൾ വി എന്നായിരിക്കും വരിക. അപ്പൊ എന്ത് സെന്റൻസ് വന്നാലും ലെറ്റസ് എന്ന് വെച്ചിട്ട് എന്ത് തുടങ്ങിയാലും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷോൾ വി എന്നായിരിക്കും വരിക. അപ്പൊ ലെറ്റ് മീ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരില്ല. ലെറ്റ് അസ് എന്നുള്ള ആ പ്രയോഗത്തിന് മാത്രമേ ഷോൾ വി വരുള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ എപ്പോഴും ലെറ്റസ് എന്ന് കണ്ടാൽ ഷോൾ വി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ഷോൾ വി, നമുക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ അത് എപ്പോഴും ഓർത്തു വെക്കാൻ ഉള്ള ഒരു സംഭവം തന്നെയാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലെറ്റസ് യൂസ് ചെയ്താൽ ഷോൾ വി ആയിരിക്കും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. There are dash best collection of books I have. These are dash best collection of books I have. A ഉണ്ട്, an ഉണ്ട്, the ഉണ്ട്, fu ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുക? ബെസ്റ്റ് ഏത് ഡിഗ്രിയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂപ്പർലൈറ്റീവ് ഡിഗ്രി. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ എന്നുള്ള ഏറ്റവും ടോപ്പ് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രയോഗമാണ്. സോ ഏതാണ് അഡ്ജക്റ്റീവ്? ഏതാ യൂസ് ചെയ്യുക? അല്ല നമ്മുടെ ഇതെന്താണ് യൂസ് ചെയ്യുക? ആർട്ടിക്കിൾ എന്താണ് യൂസ് ചെയ്യുക? ദാ തന്നെയാണ് യൂസ് ചെയ്യുക. നമ്മൾ ഈ പ്രയോഗം ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രയോഗമാണ്. സൂപ്പർലൈറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദ യൂസ് ചെയ്യും. ദീസ് ആർ ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ദ ആയിരിക്കും റൈറ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈ ബ്രദർ ഈസ് ഗോയിങ് ഡാഷ് അബ്രോഡ് ഫോറിൻ കൺട്രി ഫോറിൻ. എൻ്റെ ബ്രദർ വിദേശത്ത് പോകുന്നുണ്ട് എന്നുള്ള സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? വിദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ അബ്രോഡ് എന്നാണ് പറയാ. ജസ്റ്റ് മൈ ബ്രദർ ഈസ് ഗോയിങ് ഫോറിൻ കൺട്രി എന്ന് പറയില്ല. ഗോയിങ് ടു എന്നൊക്കെ പറഞ്ഞാണ് പിന്നെയും കുഴപ്പമില്ല. ഇവിടെ എന്തേ ഉള്ളൂ? ജസ്റ്റ് ആ പ്രയോഗമായിട്ട് പറയുമ്പോൾ മൈ ബ്രദർ ഈസ് ഗോയിങ് അബ്രോഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ഒരു വേർഡ് ഉള്ളത് അബോർഡ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ സമ്മറിയിൽ ഡിസ്കസ് ചെയ്യാം. അബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരികയാണ്. നമ്മൾ കപ്പലിലോ വിമാനത്തിലോ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതിന് അബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, അബ്രോഡ് ആയിരിക്കും റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് സമ്മറിയിൽ ഈ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെയിൻ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം കുറച്ച് ഫ്രേസൽ വെർബ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക, ഗെറ്റ് അവേ രക്ഷപ്പെടുക, അതാണ് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ ആൻസറിൽ. അടുത്തത് ഗെറ്റ് അറ്റ് ഒരാളെ വിമർശിക്കുക അല്ലെങ്കിൽ അയാളെ ഉദ്ദേശിച്ച് പറയാന്നാണ് ഗെറ്റ് അറ്റ് സംതിങ് അല്ലെങ്കിൽ സംവൺ എന്ന് പറയും നമ്മൾ. അടുത്തത് മാഗ്നിഫിസന്റ്, അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് നോട്ട് ചെയ്യാനായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം മഹത്തായ അല്ലെങ്കിൽ ഗംഭീരമായ. ഇനി
ഓരോ ഇതിന്റെ കുട്ടികളെ പറയുന്ന പേരുകൾ, ഓരോ മൃഗങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പേര്. കിറ്റൺ എന്ന് യൂസ് ചെയ്യുന്നത് പൂച്ചയുടെ, കാറ്റിന്റെ ആണ്. ലയൺ, ബിയർ ഇതിന്റെ രണ്ടിന്റെയും കുട്ടിക്ക് കബ് എന്നാണ് യൂസ് ചെയ്യുക. ഷീപ്പിന്റെ കുട്ടിക്ക് ലാംബ് എന്ന് യൂസ് ചെയ്യും. ഗോട്ടിന്റെ കുട്ടിക്ക് കിഡ് എന്നും യൂസ് ചെയ്യും. അതായിരുന്നു നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്തത് കറേജ്. കറേജ് എന്താണ്? നോട്ട് യൂസ്ഡ് ആസ് എ വേർബ്, ഒരു വേർബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ് അല്ല കറേജ്, ധൈര്യം. അപ്പോൾ ഒരിക്കലും കറേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അതിന് മുന്നേ എൻകറേജ്, ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മാറി. അപ്പൊ അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് കറേജ്ഡ് എന്നൊരിക്കലും നമ്മൾ പറയില്ല. അടുത്തത് ദ മോസ്റ്റ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക സൂപ്പർലേറ്റീവിന്റെ കൂടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയിരിക്കും യൂസ് ചെയ്യുക. മോർ ആണെങ്കിൽ ഒരു ദാൻ, കമ്പയറേറ്റീവ് ഡിഗ്രി ഉണ്ടാവും, കമ്പയർ ചെയ്തിട്ടാണ് പറയാം. പിന്നെ അതുപോലെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഷോൾ വി ഉണ്ടാവും. ലെറ്റേഴ്സ് എന്ന് കണ്ടാൽ ഉടനെ ഷോൾ വി ഓർമ്മിക്കുക. അത് അതിന്റെ ഒരു പെർഫെക്റ്റ് ഫോം ആണ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ അബോർഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം കപ്പലിൽ, വിമാനത്തിൽ, തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതിനാണ് അബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് അബ്രോഡ്. അബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോവുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് അബ്രോഡ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം IMA Matrix.